ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇൻഡൻറ്റൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർസ് എങ്ങനെ വരയ്ക്കാം എന്ന ട്യൂട്ടോറിയലാണ്. ഇതിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ഉണ്ട്, എങ്ങനെ ഔട്ട്ലൈൻ ഇടാം എന്ന ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണ് ഫസ്റ്റ് ഔട്ട്ലൈൻ എങ്ങനെ ഇടാം, എങ്ങനെ വരയ്ക്കാം ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കിടക്കുന്നത് ഇൻഡൻറ്റൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് ഇൻഡൻറ്റൻ മെത്തേഡ് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് പറയാം. ഇൻഡൻറ്റൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓരോരോ സ്ട്രോക്ക് ചെയ്യുകയാണ്. സ്ട്രോക്ക് വെച്ചാൽ നമ്മളവിടെ പേപ്പറിൽ ഓരോരോ കുഴികളിടുകയാണ്. ആ കുഴി നമ്മൾ കളർ പെൻസിൽ വെച്ച് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ഹെയർസ് ഏതൊക്കെ ഡയറക്ഷനാണ് പോകുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കേണ്ടതുണ്ട്. ആ ടൂൾസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. മണ്ടാല ആർട്ടിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത്. ഓക്കെ, നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മഷി തീർന്ന പെന്നുകൾ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ഓരോ ലൈറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യാണ്. ബ്രൗൺ, ബ്ലൂ, പിന്നെ ലൈറ്റ് ബ്രൗൺ. ഫസ്റ്റ് കോട്ട് ഞാനിവിടെ ബ്രൗൺ ഉപയോഗിച്ചു, പിന്നെ ബ്ലൂ ഉപയോഗിച്ചു. അതിനുശേഷം ഞാനിവിടെ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത്, എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത് ഞാൻ നോക്കിയിട്ട് വളരെ സാവകാശം ഞാനിവിടെ ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ്. ഹൈലൈറ്റ്സ് എവിടേക്കാണോ വേണ്ടത്, ഡാർക്ക്നെസ് എവിടേക്കാണോ വേണ്ടത്, ഷേഡോ എവിടേക്കാണ് വേണ്ടത്, നമ്മളെപ്പോഴും വളരെ സാവധാനം നോക്കിയിട്ട് ആ റെഫറൻസ് പിക്ചർ എങ്ങനെയൊക്കെയാണോ ഉള്ളത് അത് നോക്കിയിട്ട് മാത്രം നമ്മൾ കളേഴ്സ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ അതിൻ്റെ ഹെയർസിൻ്റെ ഡയറക്ഷൻ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് ഞാനിവിടെ ഷെയ്ഡിങ്സിലൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയർസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ആ സ്ട്രോക്ക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതെവിടെയൊക്കെ നമുക്ക് വൈറ്റ് ഹെയർസ് കാണാം. അപ്പോൾ നമുക്ക് ഓരോരോ മുടിയുടെ ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരിക എങ്ങനെയുണ്ട്. ഇത് നല്ലൊരു മെത്തേഡാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഹെയർസ് ഫില്ലപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോരോ കളേഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ഒരു നല്ല കൂടുതലൊരു അട്രാക്ഷൻ ഉണ്ടാവും കാണാൻ. നല്ലൊരു കാണാൻ തന്നെ ഒരു ലുക്ക് വരും. ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വെച്ചാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രോക്കൊക്കെ വരച്ചെടുക്കുകയാണ്. ഹെയർസിൻ്റെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇവിടെയൊക്കെയാണ് പോകുന്നത് നോക്കിയിട്ട് ഞാനിവിടെ ഹെയർസ് സാവധാനം വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന പെൻസിൽ എന്ന് വെച്ചാൽ ക്യാംലിൻ്റെ ബ്രാൻഡുള്ള 200 രൂപ വരുന്ന ഒരു സാധാരണ കളർ പെൻസിലാണ്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു നോർമൽ പെൻസിലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നോർമൽ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ വരച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ വരച്ച് ചെയ്യുന്നത്. ഈ കളർ പെൻസിൽ ബ്ലെൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രോസിങ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി നമുക്ക് അത് ബ്ലെൻഡായിട്ട് വരും. അതായത് നമുക്ക് സ്മൂത്ത്നെസ് ആയിട്ട് വരും. പിന്നെ ബ്ലെൻഡിങ് ചെയ്യാൻ 2-3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇത് ഇയർബഡ്സ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് വെച്ചാൽ നമുക്ക് ബേബി ഓയിൽ ഉണ്ട്. ബേബി ഓയിൽ വെച്ച് നമുക്ക് അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ നോർമൽ ക്രോസിങ് ആൻഡ് ഹാച്ചിങ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ 3rd പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.